പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ തിരുക്കുമാരനിലൂടെ നശിച്ചു പോകാതെ രക്ഷയിലേക്ക് ആനയിച്ചുകൊണ്ട് തിരുക്കുമാരനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ കടങ്ങൾ വീട്ടിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത ആ മഹാകരുണയിലേക്ക് ഈ മാസം മുഴുവനും അങ്ങയുടെ മക്കളായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബ വൃക്ഷത്തെയും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ രക്ഷ കൈവരിക്കുവാൻ, ആ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് എല്ലാ കൃപകളും ലഭിക്കുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിസ്ഥാനപരമായ കുടുംബ വൃക്ഷത്തിന്റെ വേരുകളെ, ആ വൃക്ഷത്തെ തന്നെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് വലിയ ജീവന സമൃദ്ധിയിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ വലിയ കരുണയും കൃപയും നിറച്ചു നൽകി ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയുടെ ശക്തമായ അഭിഷേകം നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അഭിഷിക്തനായ ഞാൻ അങ്ങയുടെ മക്കളെയും കുടുംബത്തെയും പാരമ്പര്യത്തെയും കുടുംബവൃക്ഷത്തെയും മരിച്ചുപോയ എല്ലാ പ്രിയപ്പെട്ടവരെ ആത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര മഹത്വത്തിന്റെ സമ്പന്നതയെ നിറച്ച് ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യൗസപിതാവിന് നിറസാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ടും ഉണ്ണീശോയുടെ തിരുക്കുടുംബത്തിന്റെ ശക്തമായ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി, നമ്മുടെ കുടുംബവൃക്ഷത്തിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിനും പാരമ്പര്യത്തിനും വേണ്ടിയൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഈ കടങ്ങളുടെ മേഖല നമ്മുടെയൊക്കെ ജീവിത അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. നമുക്കറിയാം, നമ്മുടെ കുടുംബ വൃക്ഷത്തില് 3 ജീവിത അന്തസ്സുകളുണ്ട്. 1 പൗരോഹിത്യം, 2 സന്യാസം, 3 വിവാഹം. ഈ 3 ജീവിത അന്തസ്സിലൂടെയാണ് മിക്കവാറും നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അതുമല്ലെങ്കിൽ ഏകസ്ഥ ജീവിതം. ഈ മേഖലകളിലുള്ള ജീവിത അന്തസ്സിൽ ജീവിക്കുന്ന ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെ ഒരാള് പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ, സന്യാസ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ, വിവാഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ, ഏകസ്ഥ ജീവിതത്തിലേക്ക് വിളിക്കപ്പെടുമ്പോ ആ ജീവിതത്തിന് ചേർന്ന് പോകുന്ന ഒരു അന്തസ്സുണ്ട്. അതിന്റെ ചൈതന്യം, അതിന്റെ വിശ്വസ്തത, അതിന്റെ ഒരു ആത്മാർത്ഥത, അതിന്റെ ഒരു സമർപ്പണം, അത് ഇല്ലാതെ പോയാൽ അത് നമ്മുടെ കുടുംബ വൃക്ഷത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയെയൊക്കെ ഒത്തിരിയേറെ ബാധിക്കും. ഈ മേഖലയിൽ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി കടങ്ങൾ നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുടുംബ വൃക്ഷത്തില് കുമിഞ്ഞു കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുരോഹിതൻ പറയുമ്പോ തന്നെ ഒരു പേടിയാവുന്നുണ്ട്. അതായത്, ഒരു പുരോഹിതൻ ഒരു കുടുംബത്തെ വിളിക്കപ്പെടുമ്പോ അവന്റെ ഉത്തരവാദിത്വം, അവനെ എടുത്തിരിക്കുന്ന പൗരോഹിത്യ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങള്, വ്രതബദ്ധമായ ജീവിതം, വിശ്വസ്തത, വിശുദ്ധിയോടെ ഉദാശകൾ പരികർമ്മം ചെയ്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തെ വിട്ടുപേക്ഷിച്ച് ജീവിക്കേണ്ട പുരോഹിതൻ അതുപോലെ ജീവിക്കണം. അന്തസ്സുണ്ട്. അന്തസ്സിൽ ജീവിക്കാതെ പോയാൽ നമുക്കും നമ്മുടെ കുടുംബവൃക്ഷത്തിനും അത് ഒത്തിരിയേറെ ക്ഷതമേൽപ്പിക്കും. അത് കുടുംബവൃക്ഷത്തിൽ മാത്രമല്ല, സഭയിലും അവന് വസിക്കുന്ന ഇടവകയിലും ഒക്കെ അതിന് സ്വാധീനമുണ്ട്. അപ്പൊ ആ ജീവിതാന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തികള് ആ പൗരോഹിത്യത്തില് സംഭവിച്ചാൽ അതിന്റെ കടബാധ്യതകള് ആ കുടുംബത്തിലും തലമുറയിലൊക്കെ കിടക്കും. അതൊക്കെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ ഒക്കെ അവസ്ഥയിൽ നമ്മൾ നന്നായിട്ട് പരിശോധിച്ച് അങ്ങനെ ഏതെങ്കിലും കടങ്ങള് നമ്മുടെ കുടുംബത്തെ വിളിക്കപ്പെട്ട
പൗരോഹിത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആ കുടുംബവൃക്ഷത്തെ, ആ വ്യക്തികളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പം തന്നെ ഇതോട് ചേർന്ന് തന്നെ സന്യാസ ജീവിതം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ അന്തസ്സ് നോക്കാതെ ജീവിക്കുമ്പോ അതിന്റെ കടം നമ്മുടെ കുടുംബത്തെ ഒത്തിരിയേറെ സ്വാധീനിക്കും. വിവാഹ ജീവിതം, കുടുംബജീവിതത്തിന്റെ ജീവിതാന്തസ്, അതില് വിശ്വസ്തതയുണ്ട്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്ത് സമർപ്പിച്ച ജീവിതമാ വിവാഹ ജീവിതം. അതിൽ വന്നുപോയ അവിശ്വസ്തതകള്, ഒത്തിരിയേറെ കുറവുകള്, വീഴ്ചകള്, പോരായ്മകള്, അതോടൊപ്പം ഏകസ്ഥ ജീവിതം, അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവത്തോട് ചേർന്ന് വിശുദ്ധിയില് വിശ്വസ്തതയില് ജീവിക്കാനുള്ള ജീവിതം. ഈ ജീവിതത്തിന്റെ അന്തസ്സുകളില് വന്നുപോയ വീഴ്ചകള്, കുറവുകള്, ഇത് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ ജീവിതാന്തസ്സിലും അവിശ്വസ്തതകള്, അവിഹിതങ്ങള്, അനുസരണക്കേടുകള്, ഒത്തിരിയേറെ അശുദ്ധി, ഒത്തിരിയേറെ വഴിവിട്ട ജീവിതങ്ങള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബ വൃക്ഷത്തിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് ഈ 4 ജീവിതാന്തസ്സിൽ വിളിക്കപ്പെട്ടവര് നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ. ഇവരുമായിട്ട് ബന്ധപ്പെട്ട അവിശ്വസ്തതകള്, പ്രമാണ ലംഘനങ്ങള്, വചന ലംഘനങ്ങള്, ജീവിതാന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തികള്, എടുത്ത വ്രതങ്ങൾക്ക് വിരുദ്ധമായ ജീവിതങ്ങള്, സമർപ്പണത്തിന് നിരക്കാത്ത പ്രവൃത്തികള്, അവിശ്വസ്തതകള്, ഇതെല്ലാം ഓർത്ത് പുരാണ സന്നിധിയില് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങൾ, അവിടെ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യാത്തതിന്റെ കടങ്ങള്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്തതിന്റെ കടങ്ങൾ, ജീവിതാന്തസ്സുകളിലൊക്കെ ഒത്തിരിയേറെ ഇല്ലേ മക്കളെ? ഇനി നമ്മുടെ വ്യക്തി ജീവിതത്തേക്ക് നോക്കിക്കേ, നമ്മൾ പരിഹരിക്കണം. ഈ കടങ്ങളൊക്കെ വീട്ടിട്ട് പോകണം. അല്ലെങ്കിൽ പിന്നീട് വരും തലമുറയ്ക്ക് ഈ കടം പേറി നടക്കേണ്ടി വരും. നമ്മളെ പൂർവികര് ചെയ്തു ഉണ്ടാക്കിയ ചില കടങ്ങളുടെ ഭാരം ഇന്നും നമ്മളും നമ്മുടെ കുടുംബവൃക്ഷവും തലമുറയും ഒക്കെ സഭയും ഒക്കെ ഒത്തിരി വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയില് ജീവിത അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖല വന്നുപോയ വീഴ്ചകളും അവിശ്വസ്തതകളും അനുസരണക്കേടുകളും ഉത്തരവാദിത്വക്കുറവും അശുദ്ധിയും എല്ലാ വൃദ്ധബദ്ധമായ പ്രമാണ ലംഘനത്തിന്റെ എല്ലാ അവസ്ഥകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് അതിലൂടെ കടന്നു വന്ന കടങ്ങളുടെ പൊറുതിക്കായിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് വിശുദ്ധ കുർബാനയിലും കരുണയുടെ ജപമാലയിലും പരിശുദ്ധ അമ്മയെ വിളിച്ച് ജപമാല ചൊല്ലിയും കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന മക്കളൊക്കെ ഇന്നൊരു ഉപവാസമൊക്കെ എടുത്ത് പ്രത്യേക ത്യാഗമൊക്കെ ചെയ്ത് കർത്താവിന്റെ വലിയ കരുണ ജീവിതാന്തസ്സിൽ വന്നുപോയ വീഴ്ചകളിലൂടെ കടന്നു വന്ന കടങ്ങള്, ആ കടങ്ങളിൽ വന്ന ഒത്തിരി ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, ചില ആധിപത്യങ്ങള്, അധികാരങ്ങള്, ആ ബാധ്യതകള് ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബവൃക്ഷത്തെ സൗഖ്യപ്പെടുത്തണമേ എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാന്തസ്സിനെ ശരിക്കും പരിശോധിക്കണം. നിനക്കകത്ത് ഒത്തിരി കാര്യങ്ങൾ എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? നമുക്കതിനെ ഓർത്തൊക്കെ വ്യക്തിപരമായിട്ട് മാപ്പ് ചോദിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാപ്പ് ചോദിക്കാം. മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കാം. അതിലൂടെ കടന്നു വന്ന പാപങ്ങള്, അതിന്റെ അനന്തര ഫലങ്ങള്, കടങ്ങള്, കടബാധ്യതകള്, അതിന്റെ ആധിപത്യങ്ങള്, അധികാരങ്ങള് എല്ലാം ഈശോയെ അങ്ങ് കുരിശിലെ ബലിയിലൂടെ പൂർത്തീകരിച്ചില്ലേ? ആ ബലിയുടെ ആ വലിയ കരുണ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട കടങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, പൂർത്തിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയ്ക്കായി ദിവികാന സന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ജീവിതാന്തസ്സിനെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ, വിശുദ്ധിയാൽ നിറയ്ക്കട്ടെ, വിശ്വസ്തതയാൽ നിറയട്ടെ, സമർപ്പണത്തിന്റെ ചൈതന്യത്തിൽ അഭിഷേകം പ്രാപിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയെ പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി, അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു, അങ്ങ് ഞങ്ങൾക്കെല്ലാം നൽകി. ഓരോ ജീവിതാന്തസ്സിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചു. പൗരോഹിത്യത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്ക്, ഏകസ്ഥ ജീവിതത്തിലേക്കൊക്കെ അങ്ങ് ഞങ്ങളെ വിളിച്ചു. കർത്താവ്, അങ്ങയുടെ വിളിയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ ശക്തി പ്രകടമാക്കിക്കൊണ്ട് അങ്ങയുടെ നാമലോകമങ്ങ് പ്രഘോഷിക്കാനും വേണ്ടി
അങ്ങ് ഞങ്ങളെ വിളിച്ച വിളിയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലുള്ള എല്ലാ മക്കളെയും ഞങ്ങളുടെ ജീവിതാന്തസ്സുകളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വലിയ വിളിയെയോർത്ത് ഞങ്ങൾക്ക് നൽകിയ ജീവിതാന്തസ്സിനെയോർത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ച് ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. നന്ദി ആരാധന മഹത്വം കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ഞങ്ങളുടെ ജീവിതാന്തസ്സിനെ ഓർത്ത് അങ്ങ് നൽകിയ ജീവിത വിളിയെ ഓർത്ത് അങ്ങ് ഞങ്ങളെ ആരാധിച്ച് ഞങ്ങളെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. സ്തുതി സ്തുതി സമർപ്പിക്കുന്നു കർത്താവേ. അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആവശ്യമായ കൃപകൾ ചൊരിഞ്ഞ് ജീവിതാന്തസ്സിനെ ബലപ്പെടുത്തുന്നതിനെ എല്ലാം ഓർത്ത് നന്ദി ആരാധന മഹത്വം മഹത്വം. സ്തുതി സ്തുതി. ഈശോയെ നന്ദി. ദിവ്യകാരുണ്യ അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങേക്ക് നന്ദി പറയും. അങ്ങ് ഞങ്ങളെ വിളിച്ച ജീവിതാന്തസ്സിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അങ്ങ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓരോരോ ജീവിതാന്തസ്സിലേക്ക് വിളിച്ചു. കുടുംബജീവിതത്തിലേക്ക് വിവാഹമെന്ന കൂദാശയിലൂടെ, പൗരോഹിത്യത്തിലേക്ക് തിരുപ്പട്ടമെന്ന കൂദാശയിലൂടെ, സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക്, ഏകസ്ഥ ജീവിതത്തിലേക്കൊക്കെ അങ്ങ് വിളിച്ചു. അങ്ങയുടെ വലിയ വിളിയോർത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിച്ച് നന്ദി പറയുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അങ്ങയുടെ വിളിക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ടല്ലോ, ജീവിത അന്തസ്സുണ്ടല്ലോ. ആ അന്തസ്സിന് നിരക്കാത്ത വിധത്തില് ഞങ്ങളുടെ ജീവിതത്തില് വന്നുപോയ പൗരോഹിത്യത്തില്, സന്യാസ ജീവിതത്തില്, വിവാഹമെന്ന കൂദാശയിലൂടെ, കുടുംബജീവിതത്തില്, കർത്താവേ ഏകസ്ഥ ജീവിതത്തിലൊക്കെ വന്നുപോയ പ്രമാണ ലംഘനങ്ങള്, വചന ലംഘനങ്ങള്, അവിശ്വസ്തതകള്, വ്രതബദ്ധമായ ജീവിതത്തിന്റെ ഒത്തിരിയേറെ ലംഘനങ്ങള്, കർത്താവെ ആ പരിശുദ്ധിക്ക് നിരക്കാത്ത ജീവിതങ്ങള്, അവിശ്വസ്തതകള്, കർത്താവെ അവിഹിത ബന്ധങ്ങള്, ഒത്തിരിയേറെ മദ്യപാനത്തിന്റെ ജീവിതാന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തികളുടെ എല്ലാ വീഴ്ചകളോർത്ത്, പാപങ്ങളോർത്ത്, അകൃത്യങ്ങളോർത്ത് സ്വയെ ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. അതിലൂടെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലേക്കും പാരമ്പര്യത്തിലേക്കും ഞങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അനേക മക്കളിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കടങ്ങള്, ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, അതുമായിട്ട് ബന്ധപ്പെട്ട ആധിപത്യങ്ങള്, അധികാരങ്ങള് സ്വയെ എല്ലാം അങ്ങ് അവസാനിപ്പിക്കണമേ. അങ്ങേ തിരുസന്നിധിയിലേക്ക് ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വന്നുപോയ വീഴ്ചകളുടെ, ഉപേക്ഷകളുടെ, അവിശ്വസ്തതകളുടെ, വചന ലംഘനത്തിന്റെ, പ്രമാണ ലംഘനത്തിന്റെ എല്ലാ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലുള്ള ഈ മേഖലയിലെ എല്ലാ കടങ്ങൾക്കും പൊറുതി നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോ ഈ അവിശ്വസ്തതയിലൊക്കെ ജീവിതാന്തസ്സിന് നിരക്കാത്ത വിധം ജീവിച്ചു മരിച്ചു പോയ പ്രിയപ്പെട്ട ആത്മാക്കളുടെ മേലും അങ്ങയുടെ വലിയ കരുണ ചൊരിഞ്ഞ് ഈശോയെ ആത്മാക്കളെ അങ്ങ് വിശുദ്ധീകരിക്കണം, ജീവിച്ചിരിക്കുന്ന മക്കളെ വിടുവിക്കണം, എല്ലാ കടങ്ങളും വീട്ടി ഞങ്ങളെ അവിടുന്ന് മോചിപ്പിക്കണം. ആ വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപരാധങ്ങൾ നീക്കണമേ, പാപക്കടങ്ങൾ മായ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലുള്ള ജീവിതാന്തസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കടങ്ങളും അങ്ങ് മായ്ച്ചു കളയണമേ. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകളും ദൈവിക ജീവന്റെ സമൃദ്ധിയും വിശുദ്ധിയും വിശ്വസ്തതയും ഒക്കെ ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നിറച്ചു നൽകണമേ. ഇതിലൂടെയൊക്കെ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനേറ്റ ക്ഷതങ്ങളേറെയാണ് കർത്താവേ, മുറിവുകളേറെയാണ് കർത്താവേ, നഷ്ടങ്ങളേറെയാണ് കർത്താവേ, കടബാധ്യതകളേറെയാണ് കർത്താവേ. ആ കടങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ തരണം കർത്താവ്. അതിലൂടെ നഷ്ടപ്പെട്ടു പോയ കൃപകൾ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും നൽകണം. അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാധീനങ്ങള്, ചില അധികാരങ്ങള്, ചില ശക്തികള്, ചില തഴക്കദോഷങ്ങള്, തടസ്സങ്ങള്, ബന്ധനങ്ങള്, കർത്താവേ പൈശാചിക അവകാശങ്ങള് എല്ലാം അവസാനിപ്പിക്കണമേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങളും അനന്തര ഫലങ്ങളും അതിലൂടെ കടന്നു വന്ന ആധിപത്യങ്ങളും അധികാരങ്ങളും എല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് ഞങ്ങളെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ, കുടുംബവൃക്ഷത്തെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ വിടുതലിന് വേണ്ടി ഈ മേഖലയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. ബന്ധനമെല്ലാം അഴിയട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ. കർത്താവേ, ജീവിതാന്തസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിശ്വസ്തതകളും, എല്ലാ കുറവുകളും, എല്ലാ കടങ്ങളും എടുത്തു മാറ്റി ഒരു പുതിയൊരു അഭിഷേകം അങ്ങ് ഞങ്ങൾക്ക് നിറച്ചു നൽകണം. ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ അങ്ങ് സൗഖ്യപ്പെടുത്തുക മാത്രമല്ല, അഭിഷേകം കൊണ്ട് നിറച്ച് പുതിയ കരുത്ത്, പുതിയ ശക്തി, പുതിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന് നൽകണമേ. ജീവിച്ചിരിക്കുന്നവരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും സമർപ്പിക്കുന്നു. കുടുംബജീവിതം ജീവിക്കുന്ന മക്കള്, പൗരോഹിത്യം ജീവിക്കുന്ന മക്കള്, സന്യാസ ജീവിതം ജീവിക്കുന്ന മക്കള്, ഏകാസ്ത ജീവിതം ജീവിക്കുന്ന മക്കള്, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. തികത്തിക്ക തികത്തിക്ക തികത്തിക്ക, ആത്മാവിൽ കത്തിക്ക. തികത്തിക്ക തികത്തിക്ക തികത്തിക്ക, ആത്മാവിൽ കത്തിക്ക. അഭിഷേകമായി, കൃപയായി, പരിശുദ്ധാത്മാവ് ശക്തി അഭിഷേകമായി കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറയിൽ നിറയട്ടെ. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകത്താൽ എല്ലാ വരദാന ഫലങ്ങളും കുടുംബത്തിൽ നിറയട്ടെ. വിശ്വസ്തത, സ്നേഹം, ക്ഷമ, നന്മ, വിശുദ്ധി, അനുസരണം എല്ലാം ഞങ്ങളുടെ കുടുംബങ്ങളില്, ജീവിതങ്ങളില്, ജീവിതാന്തസ്സുകളില് നിറയട്ടെ. വന്നുപോയ വീഴ്ചകളിൽ വന്ന എല്ലാ ബാധ്യതകളും കടങ്ങളും ഇളവ് ചെയ്ത് വീട്ടിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തോടും കരുണയായിരിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും മരിച്ച വിശ്വാസികൾ, പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ കുറവുകളും പോരായ്മകളും ഒക്കെയായി മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും വിശുദ്ധീകരണം നൽകി സ്വർഗപ്രാപ്തിക്കായി കുരിശു പറഞ്ഞ ശക്തിയാൽ അങ്ങയുടെ കരുണയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് അനയിക്കണമേ. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില്, വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യത്തില്, ഉണ്ണീശോയുടെ നിറ സാന്നിധ്യത്തില് ജീവിതാന്തസ്സിന്റെ വിശ്വസ്തതയും വിശുദ്ധിയും എല്ലാ കൃപകളും നിറച്ച് ഞങ്ങൾക്ക് കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ മേഖലയിലുള്ള എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാല സന്നദ്ധിയില് തിരുക്കുടുംബത്തോട് ചേർന്ന് സമർപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് എല്ലാ മക്കളും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.